സീമ, ആ നിർത്തിവെച്ചെടുത്ത് നമുക്ക് വീണ്ടും തുടങ്ങാം. ഓക്കെ ചേച്ചി, ഓക്കെ റെഡി അല്ലേ? റെഡി. സീമ ശരിക്കും പാലക്കാട് എവിടെയായിട്ടാണ് വരുന്നത്? ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ കണ്ണൂരുകാരിയാണ്. പാലക്കാടിൻ്റെ ഹസ്ബൻഡാണ്. പെട്ടുപോയെന്നോ എന്റെ മനസ്സിൽ ആദ്യം കണ്ടിട്ട് ഇപ്പോഴും ആ ഒരു പാലക്കാട് 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 അത് കൂടെ എപ്പോഴും എന്റെ പ്രദീപ് കൂടെ ഉള്ളത് കൊണ്ട് ചേച്ചിക്ക് തോന്നി മതിയല്ല പാലക്കാടിന്റെ മരുമകള്. അങ്ങനെ പറയാം. അത് പോട്ടെ, അതൊരു അഭിമാനമാണ്. പക്ഷെ കണ്ണൂർ എന്ന് പറയുന്നത് എനിക്കിഷ്ടം. ഇഷ്ടം കണ്ണൂർ തന്നെയാണല്ലേ? അത് കണ്ണൂർ എന്താണെങ്കിലും എനിക്ക് കണ്ണൂർ എന്റെ ഒരു കണ്ണൂരിന് വേറെ പാലക്കാടുകാര് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതാർക്ക് വേണം, നമ്മള് കണ്ണൂരല്ല. നമുക്ക് നാട് മൊത്തം ചുറ്റിയാലും ആ കണ്ണൂർ എയർപോർട്ട് അല്ലെങ്കിൽ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അയ്യോ ഒരു 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 പ്രത്യേക എന്താ പറയുക ഒരു ഊർജം എന്ന് പറയാം അല്ലേ? ക്ലീൻ ആയിട്ടുള്ള സ്നേഹം കണ്ണൂര്. ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൂക്കാര് വല്ലാത്ത വാക്കിന് വിലയാണ്. നമ്മളെ പ്രശ്നം അതാ. ഒരു ധന്വന്തരം ഗുളിക ഒരാളോടത്ത് ഏറ്റു കഴിഞ്ഞാല് എന്താ പറയാ, അങ്ങ് മല കയറി പോണമെന്നുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും ആ കട. അതായത് അങ്ങനെ ഞാൻ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതല്ല, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഞാൻ കാണുന്നത്. ഇപ്പം എൻ്റെ നാടായതുകൊണ്ട് ഒന്നും പറയുന്നില്ല, അല്ല അത് സത്യം, അതങ്ങനെയാണ്. മറ്റിങ്ങനെ ഓക്കെ ഞാനത് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ അങ്ങ്, അല്ലെങ്കിൽ നാളെ ഇത്ര മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ആൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യയിലെല്ലാം അതാണ്. 100%. ഞാൻ ഉണ്ടായിരുന്നു മകളുടെ കൂടെ, ടൈലറാണെന്നുണ്ടെങ്കിൽ ജ്വല്ലറിക്കാരാണെന്നുണ്ടെങ്കിൽ നാളെ ഇത്ര മണിക്ക്, ഞാൻ ഏത് നാടിനെയും കുറ്റം പറയുന്നില്ല, അത് പാടില്ലല്ല, ഇത്ര മണിക്ക് ഓക്കെ ആവുമെന്ന് പറയും. ആ സമയം നോക്കി നമ്മൾ കുത്തിയിരുന്ന് ആ ഒരു സമയത്ത് നമ്മൾ വേഗം ഓർഡർ ചെയ്യുന്നു, ഇല്ല ടാക്സി ഒന്നും പിടിച്ചിട്ട് എന്ത് പറഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടാകും. എന്നേരാന്ന് നമ്മളെ നാട്ടിൻ്റെ എല്ലാം ഗുണം മനസ്സിലാവുന്നത്. നമുക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അതുകൊണ്ട് അല്ല, നാടെന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. എല്ലാവരും ഒരുപാട് ക്വാളിറ്റി ഉള്ളവരാണ്. പക്ഷേ നമ്മൾ ഗുണവും ദോഷവും പറയണല്ല. കുറച്ചെനിക്ക് കണ്ണൂർക്കാരെ പറ്റി തോന്നിയതെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് തല ഒന്ന് കുനിക്കാൻ ഒരു പാടാണ്. അതുണ്ട്, അതൊരു വലിയ പ്രശ്നമാണ്. അതായത് പ്ലസും മൈനസും. അതായത് അന്ന് അവരത് ചെയ്തു, അല്ലെങ്കിൽ അന്ന് അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വാശി മരിക്കുവോളം ഭയങ്കര ഓർമ്മയാണ്. അത് മറ്റ് ചില എന്താ പറയുക, എറണാകുളത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കൊച്ചിയിൽ എനിക്കൊരു വീടുണ്ട്. എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടെങ്കിലും ഒരാവശ്യം വരുമ്പോൾ, ഒരു കല്യാണം ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൂടി, അവരുടെ ആവശ്യമാണ്, മരണത്തിൻ്റെ ആ ഒരു ആവശ്യമാണ്, നമ്മളും കൂടെ കൂടി ചേരേണ്ടവരാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആ 12 ദിവസം മരണത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേസാണെന്നുണ്ടെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്യും, വരൂ ഗീതച്ചി ഇങ്ങോട്ട് വരൂ, ഇതാ ഭക്ഷണം ഇടുന്ന കഴിക്കും. അത്ര വരെ തലേന്ന് വരെ തെറ്റിയവരായിരിക്കും. പക്ഷേ ആ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മിണ്ടൂല. പക്ഷെ കണ്ണൂരെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ആ പരിസരത്ത് ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ മനുഷ്യരെ കാണില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കണ്ണൂർ. നമുക്ക് ഭയങ്കര ഓർമ്മശക്തി. നമുക്ക് നമ്മുടെ നാടിന് തന്നെ നല്ലതും പറയാം കുറ്റവും പറയാം. പക്ഷെ അത് ഞാൻ എപ്പോഴും അതിനെ പ്ലസ് ആയിട്ട് എടുക്കുള്ളൂ. കാരണം നമുക്കത് വേദനിച്ചത് കൊണ്ടല്ലേ, അത്രമാത്രം അവരെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കുമല്ലോ നമുക്ക് അത്രമാത്രം അത് വേദനിച്ചിട്ടുണ്ട്. അതാണ് നിന്റെ നല്ല മനസ്സ്. നമ്മള് 100% കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ആ 100 നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ കിട്ടൂല ചേച്ചി, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ എന്തായാലും ഇല്ല. ഹസീമ, എനിക്ക് കുടുംബത്തിനെ കുറിച്ചിട്ട് അമ്മേനെ കണ്ടിരുന്നു. അച്ഛനെ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്മാർട്ടായിട്ട് കറുത്ത ഷർട്ടെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ സീമ ഇങ്ങനെ പിടിച്ചിട്ടില്ല ആ ഒരു അച്ഛൻ. അങ്ങനെയാണ്. പിന്നെ ഒരു ദുഃഖകരമായ വാർത്ത അറിഞ്ഞു. പിന്നെ അതിനെ ചൊല്ലി എന്താ പറയുക, സീമയുടെ ആ ഒരു കുറേ കാലം ആ മൂഡ് ഓഫും പ്രശ്നങ്ങളും. ഞാൻ സത്യത്തിൽ അന്ന് വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീമനെ പോലത്തെ ഒറ്റൊരു മോള് മതി, അത്രേ ആവശ്യമുള്ളൂ, എന്തിനധികം. അച്ഛനും അമ്മയും കസിൻസാ ചേച്ചി. അച്ഛൻ ഈ മുറപ്പെണ്ണ് അങ്ങനെ സംഭവമാണ് അച്ഛനും അമ്മയും കണ്ണൂരിൽ. അപ്പം ഞാൻ കണ്ടു വളർന്ന എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പിന്നെ ഒരു അനിയത്തിക്കുട്ടി എന്നേക്കാൾ 8 വയസ്സ് താഴെ. അപ്പം മോളെ പോലെയാ. അപ്പം ഇത് എൻ്റെ കുഞ്ഞൊരു ലോകം, അങ്ങനെ വലിയൊരു സംഭവം എനിക്കില്ല. അന്നും അതെ ഇന്നും അതെ, എനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ എനിക്ക് എൻ്റെ ചുറ്റുമുള്ളൂ. അപ്പം അച്ഛൻ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു ഇവിടെ, കഴിഞ്ഞ 2023 വന്നിരുന്നു, 24. അപ്പം അന്നും അച്ഛൻ തിരിച്ചു പോയി. അച്ഛൻ നടക്കാൻ പോകുമ്പം വീണു. അപ്പം എല്ലാവരും കണ്ണൂരുകാരാട്ടോ, ഞങ്ങളെല്ലാം കണ്ണൂരാണ്. അപ്പം അച്ഛൻ വീണിട്ട് പിന്നെ തിരിച്ച് കിട്ടുമായിരുന്നു. അച്ഛൻ തിരിച്ചു വന്നു കുറച്ച്. അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റിനെ വെച്ച് നടക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അച്ഛൻ ഭയങ്കരമായിട്ട് സംസാരിക്കും ആ സമയത്തൊക്കെ. അപ്പം ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറയുന്നൊരു അച്ഛനായി മാറി. പക്ഷെ 2-3 മാസം പിന്നെ ലങ് ഇൻഫെക്ഷനായി. അങ്ങനെ അച്ഛൻ ഓക്കെ കിടന്ന് അച്ഛൻ ബുദ്ധിമുട്ടുന്ന കാണാൻ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു.
പക്ഷെ അവിടേക്ക് ഇന്ന് ഇങ്ങനെ കാണുന്നുണ്ടാവും. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഞാനൊരു ഷർട്ടും പാൻറ്റും ഇട്ടാൽ എൻ്റെ അച്ഛനാണെന്നാണ് പറയുക. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. എൻ്റെ ഒരു ഫുൾ സ്ട്രെങ്ത് പോയ പോലെ അച്ഛൻ പോയപ്പം. പക്ഷേ എന്താ പറയുക, നമുക്കിപ്പം ജീവിച്ചല്ലേ പറ്റൂ. അപ്പോൾ കൂടെയുണ്ട് ഇപ്പോഴും, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ. അച്ഛന് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛന് ചെറിയ അസ്വസ്ഥത ഉണ്ടെന്ന് പറയുമ്പോൾ ചേച്ചി ആ ഒരു സ്ലോട്ട് ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു വിളിയുണ്ടല്ലോ. അതെ, അതായത് പിന്നെ വെയിറ്റ് ചെയ്യുന്നില്ല, നീ പറഞ്ഞെത്തി അച്ഛൻ്റെ അടുത്ത്. ശരിക്കും ഇങ്ങനെയല്ല അന്ന് ആ സമയത്ത് പറഞ്ഞാൽ എനിക്ക് ദുബായിൽ ഞാൻ റിസൈൻ ചെയ്തിട്ട് വേറെ ജോലിയിൽ കയറാൻ നിൽക്കുകയായിരുന്നു. അതൊന്നും എന്നെ ആ സമയത്ത് എന്നെ എഫക്റ്റ് ചെയ്തില്ല. കാരണം ഹസ്ബൻഡ് അതിന് മുന്നേ നാട്ടിൽ പോയി, അച്ഛൻ്റെ കൂടെ തന്നെ ആയിരുന്നു പുള്ളി. അതൊരു വലിയൊരു ദൈവാനുഗ്രഹം. അങ്ങനെയൊക്കെ ആൾക്കാരെ നമുക്ക് കിട്ടും. അത് പറയുമ്പോൾ പാലക്കാട് നല്ലതാണെന്ന് എനിക്ക് പറയേണ്ടി വരും. പാലക്കാട് എന്തുകൊണ്ട് നല്ലതാണ് എന്താ വെച്ചാൽ പാലക്കാട് പിന്നെ ഒരുപാട് ഒരു അവരുടെ ഭാഷ, ആ ഒരു സ്റ്റൈല്, പിന്നെ എന്താ പറയുക ഒരു ഐശ്വര്യം എന്ന് പറയാം. നമ്മൾ എന്തോ ഒരു പാലക്കാടുകാരെന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യത്തിലാണ് കാണുന്നത്. കാരണം കുറെ അമ്പലങ്ങളും അവിടെ ഉണ്ടല്ലോ, കുറെ വിശ്വാസങ്ങളും. അതെ 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 അതെ, അതൊക്കെയുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ അങ്ങനെ അച്ഛൻ പോയി. പിന്നെ ഞാൻ തിരിച്ചു വരുന്നു വീണ്ടും. ഇങ്ങനെ ഞാൻ കണ്ണൂരുമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല, അഭിമാനമുണ്ട്. കണ്ണൂർ ശരിക്കും എവിടെ ആയിട്ടാണ് വരുന്നത്? പള്ളിക്കുന്ന്. നമ്മളെ അവിടെ ഒരു മൂകാംബിക ക്ഷേത്രമുണ്ട്. അതെ, നമ്മളെ കടലായി ശ്രീകൃഷ്ണ അമ്പലം മൂകാംബിക ക്ഷേത്രം. കടലായി കേട്ടിട്ടുണ്ട്. മൂകാംബിക കൃഷ്ണമേനോൻ മെമ്മോറിയൽ വിമൻസ് കോളേജിന് നേരെ മുന്നിലായിട്ട്. അവിടെ ഫുള്ള് നമ്മുടെ എൻ്റെ കുടുംബം തന്നെ അവിടെ മുഴുവൻ. പക്ഷേ ഞാൻ ചെന്നൈയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഒരു 8th കഴിഞ്ഞപ്പോഴാണ് കണ്ണൂരിൽ വരുന്നത്. മോണ്ടിസോറിയിൽ വന്നു, അവിടെ 10th കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി എന്നെ ചേർക്കാൻ കൊണ്ടുവന്നപ്പം അത്രയും കാലം ഈ പെൺകുട്ടികളുടെ കൂടെ മാത്രം പഠിച്ചിട്ട് ഈ ചെറിയ ഫാമിലി നിന്നുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊരു പേടി, ഇനി ഇവളങ്ങാരും കൈവിട്ട് പോവോ. അങ്ങനെ തിരിച്ചെന്നെ വീണ്ടും കൊണ്ടുവന്ന് കണ്ണൂരിൽ ചിന്മയിൽ ചേർത്തു. പക്ഷേ പാലക്കാട് കുറച്ച് പഠിക്കുന്ന സമയത്താണോ പ്രദീപിനെ കാണുകയോ അങ്ങനെ? അല്ല ചേച്ചി, പാലക്കാട് പഠിച്ചിട്ടില്ല. ഇല്ല, ഇപ്പൊ നീ പറഞ്ഞത് എന്തോ കോളേജിന്റെ കാര്യം. അതായത് പാലക്കാട് അച്ഛൻ ബാറ്റയിലാണ്, ബാറ്റ ഷൂ കമ്പനിയിലായിരുന്നു. അച്ഛന് ട്രാൻസ്ഫർ കിട്ടി അങ്ങനെ അച്ഛൻ പാലക്കാട് എത്തി, ചോദിച്ച് വാങ്ങിയ ട്രാൻസ്ഫർ ആയിരുന്നു. അങ്ങനെ പാലക്കാട് വന്നു. അവിടെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ പ്രപ്പോസൽ വരുന്നത്. ആദ്യത്തെ പ്രപ്പോസലാണ്. എന്നെ ഫസ്റ്റ് കാണാൻ വന്നത് പ്രദീപാണ്. പിന്നെ അന്നും നമുക്ക് പാലക്കാടിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. കാണുമ്പോൾ അടിപൊളി സ്ഥലം, നല്ല കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വരുന്നു. അങ്ങനെയാണ് പാലക്കാട് എൻ്റെ മരുമകളായി മാറുന്നത്. പക്ഷേ ബേസും നമ്മളെ വേരെല്ലാം കണ്ണൂർ തന്നെയാണ്. ഇപ്പോഴും കണ്ണൂരിൽ എൻ്റെ അമ്മാവനും ചെറിയച്ഛനും അങ്ങനെ എല്ലാവരും കണ്ണൂരിലുണ്ട്. പോകുമ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞ കൊല്ലം അച്ഛൻ്റെ ആദ്യത്തെ ശ്രാദ്ധം കണ്ണൂർ വെച്ചിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നു. പക്ഷെ എന്നും ഒരു എന്താ പറയുക, ഒരു നഷ്ടം എന്നൊക്കെ നമുക്ക് ലൈഫിൽ ഓരോ ആൾക്കാരുടെ നഷ്ടങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ പ്രണയ നഷ്ടം അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു നഷ്ടങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഓക്കെ മക്കളില്ല, അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, അതൊരു വിഷമമാണ്. പക്ഷേ നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അച്ഛൻ തന്നെയാണ്. സത്യം. അതെ.